നിങ്ങളുടെ സുഹൃത്തിന് ദേഷ്യം വരുമ്പോൾ നിങ്ങൾക്കും ദേഷ്യം വരാറുണ്ടോ? നിങ്ങളുടെ സുഹൃത്തിന് സന്തോഷം വരുമ്പോൾ നിങ്ങളും അതിയായി സന്തോഷിക്കാറുണ്ടോ? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? എല്ലാവർക്കും ഇൻസ്പയർഡ് സോൾസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ദേഷ്യം തോന്നുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കും ദേഷ്യം തോന്നിയേക്കാം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അതുപോലെ സന്തോഷം തോന്നുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കും സന്തോഷം തോന്നിയേക്കാം. പാരസൈക്കോളജി ചിലപ്പോൾ പറയും ഇത് ഒരു ടെലപ്പതി വഴി സംഭവിക്കുന്ന ഒരു കാര്യമാണെന്ന് പറയും. ഒരു ടെലപ്പതിക്കൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു വേവ്സ് തമ്മിൽ ഉള്ള ഒരു സമ്പർക്കം വഴി, സുഹൃത്ത് ബന്ധത്തിന്റെ ഒരു വേവ്സ് വഴി അത് സംഭവിക്കുന്നതാണെന്ന് പറയാം. നമ്മൾ സൈക്കോളജിയിലേക്ക് നോക്കുകയാണെങ്കിൽ അതൊരു എമ്പതി വഴി സംഭവിക്കുന്നതാണെന്ന് നമുക്ക് പറയാം. അങ്ങനെയൊക്കെയാണ് സൈക്കോളജി പറയുന്നത്. നമുക്ക് മറ്റൊരാളുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാനുള്ള ആ ഒരു കഴിവ്, ആ ഒരു ഇന്റലിജൻസ് വഴി നമുക്കത് മനസ്സിലാക്കി അതിനോടൊപ്പം റിയാക്ട് ചെയ്യാനും ആ ഒരു സെയിം ലെവലിൽ ഫീൽ ചെയ്യാനും ഒക്കെയുള്ള നമ്മുടെ ഒരു കഴിവ് വഴിയാണ് നമുക്കത് ഉണ്ടാക്കുന്നതെന്ന് പറയാം. ന്യൂറോ സൈക്കോളജി അല്ലെങ്കിൽ ന്യൂറോ സയൻസ് ഇതിനെ പറയും മിറർ ന്യൂറോൺസിന്റെ പ്രവർത്തനം വഴിയാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എന്താണ് ഈ മിറർ ന്യൂറോൺസ് എന്ന് പറയുന്നത്? അത് എങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത്? നമ്മുടെ ഡെയിലി ലൈഫിൽ ഈ മിറർ ന്യൂറോൺസ് എങ്ങനെയാണ് ട്രിഗർ ചെയ്യപ്പെടുകയും അതുവഴി നമ്മൾ മറ്റുള്ളവരുടെ സ്വഭാവ സവിശേഷതകൾ നമ്മളിലേക്ക് അഡോപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത്. കൊച്ചുകുട്ടികളെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാവുന്ന ഒരു അധ്യായ പ്രത്യേകതയാണ് ഇമിറ്റേഷൻ ലേണിംഗ് എന്ന് പറയുന്നത്. അവർ എപ്പോഴും മറ്റുള്ളവരുടെ ആക്ഷൻസിനെ ക്ലോസ് ആയി ഒബ്സർവ് ചെയ്യുകയും ആ ഒരു ആക്ഷൻസ് പ്രീ കോൺഷ്യസ്ലി അവരിലേക്ക് പോവുകയും അത് പല അവസരങ്ങളിലായിട്ട് അത് അവർ ചെയ്യുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ടി വിയിലും മറ്റുമൊക്കെ അവർ കാണുന്ന ഡാൻസും സ്റ്റെപ്സും ഒക്കെ അവർ പല പല അവസരങ്ങളിലായിട്ട് അവരുടെ ഒരു ഫ്രീ ടൈമിൽ അവർ പലപ്പോഴും കാണിക്കുന്നതായിട്ടൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇത് ഒരു മിറർ ന്യൂറോൺസിന്റെ ട്രിഗറിങ് വഴിയാണ്. കുട്ടികളിലാണ് കൂടുതലായിട്ട് ട്രിഗർ ചെയ്യപ്പെടുന്നത്. ഈ മിറർ ന്യൂറോൺസ് ട്രിഗർ ചെയ്യപ്പെടുന്നത് നമ്മുടെ ഫ്രണ്ടൽ ലോബിലാണ്. ഫ്രണ്ടൽ ലോബിലയിൽ അത് ട്രിഗർ ചെയ്യപ്പെടുകയും ഈ ആക്ഷൻസിനെ നമ്മളവിടെ മറ്റുള്ളവരുടെ ആക്ഷൻസ് കാണുന്നത് ആ ഒരു ഇൻഫർമേഷൻ പോവുകയും അതോടൊപ്പം തന്നെ ഈ ഒരു ആക്ഷൻസിനെ മാപ്പ് ചെയ്യുന്നത് നമ്മുടെ പ്രീ മോട്ടോർ കോർട്ടക്സ് ആണ്. ഈ പ്രീ മോട്ടോർ കോർട്ടക്സ് അതിനെ ഒരു ആക്ഷന്റെ രൂപത്തിലേക്ക് കൊണ്ടുവരികയും ആ ആക്ഷൻസ് നമ്മൾ പുറത്തെടുക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ കൂടുതൽ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള വ്യക്തികളുടെ ആക്ഷൻസ് ആണ് നമ്മൾ കൂടുതലായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുകയും നമ്മൾ അറിയാതെ തന്നെ നമ്മിൽ പല പല അവസരങ്ങളിലായിട്ട് പുറത്തു വരികയും ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു കുട്ടികളിലാണ് ഇത് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. കാരണം നമുക്കറിയാം കുട്ടികൾക്കാണ് കൂടുതൽ അറ്റാച്ച്മെന്റ് കൂടുതലായിട്ടുള്ളത്. പ്രത്യേകിച്ച് അവരുടെ അറ്റാച്ച്മെന്റ് ഫിഗേഴ്സ്, അതായത് ഫാദർ, മദർ, അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, അല്ലെങ്കിൽ അവർക്ക് ചുറ്റുമുള്ള അവരുടെ നെയ്ബേഴ്സ്, അവരൊക്കെ ചെയ്യുന്ന ചില ക്ലോസ് ആക്ഷൻസ് അവരത് കാണുകയും അത് പിന്നീടുള്ള അവസരങ്ങളിൽ അത് പുറത്തെടുക്കുകയും ഒക്കെ ചെയ്യുന്നു. ഈ മിറർ ന്യൂറോൺസിന്റെ ട്രിഗറിംഗ് വഴി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോ അതോടൊപ്പം തന്നെ നമുക്ക് സിനിമയിലൊക്കെ നോക്കുകയാണെങ്കിൽ സിനിമാ താരങ്ങളും മറ്റുമൊക്കെ മറ്റു വ്യക്തികളുടെ ആക്ഷൻസ് ഒക്കെ ഒബ്സർവ് ചെയ്ത് അത് സിനിമയിൽ ആക്ടിങ്ങിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു കൾച്ചറലി അല്ലെങ്കിൽ നമ്മൾ കോൺഷ്യസ്ലി ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് അവിടെ മാറുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു മിറർ ന്യൂറോൺസിന്റെ ട്രിഗറിങ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് സംഭവിക്കുന്നുണ്ട്. അത് പലപ്പോഴും നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഫിഗേഴ്സിനോടായിരിക്കാം. ഫിഗേഴ്സ് നമ്മളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ ആക്ഷൻസ് ആണ് നമ്മൾ കൂടുതലായിട്ട് നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്യുകയും ഈ ന്യൂറോൺസിന്റെ ട്രിഗറിംഗ് വഴി അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകടമാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ അവസരങ്ങളിലാണ് ഈ മിറർ ന്യൂറോൺസിന്റെ ട്രിഗറിംഗ് വഴി നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് ഇനി മുതൽ ഒബ്സർവ് ചെയ്ത് നോക്കാം. നമ്മളായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളെ നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കി അവരുടെ ആക്ഷൻസ് നമ്മൾ എത്രത്തോളം ചെയ്യുന്നുണ്ട് എന്നൊന്ന് നമുക്ക് ലിസ്റ്റ് ചെയ്ത് നോക്കുകയും അങ്ങനെ ഈ ഒരു ആക്ഷൻസിനെ ഒബ്സർവ് ചെയ്യുന്ന അതിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് എലമെന്റ്സിനെ നമുക്ക് കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യാം. താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.